സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയി ചെയ്യാവുന്ന ഒരു അറബിക് ഡെസേർട്ട് ആണ്. അത് എങ്ങനെ നമ്മളെ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വാ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ബ്രെഡിന്റെ കര കളയുക എന്നതാണ്. എല്ലാ ബ്രെഡിൻ്റെയും 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കര എല്ലാം എടുത്ത് കളഞ്ഞു. ഇന്നത്തെ ഡെസേർട്ട് ഞാൻ ചെയ്യുന്നത് ഈ ട്രയലാണ്. ഈ ട്രയലിലേക്ക് ആദ്യം കുറച്ച് പാലൊഴിക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ബ്രെഡ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിൽ തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് ഫ്രീസറിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ചെറിയ ഒരു ചട്ടി വെക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ച് നന്നായി തിളക്കാൻ വേണ്ടി വെക്കുക. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. മധുരത്തിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. അര ലിറ്റർ പാലിന് 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം ലെവലിൽ ചെയ്യണമെങ്കിൽ പിന്നെ ഒന്നും കൂടി അതിലേക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ കസ്റ്റർഡ് മിക്സ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ട്രൈ എടുത്ത് അതിൻ്റെ മേലെ ഇത് നന്നായി ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് സമയം ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫ്രീസറിൽ ഒന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്ത ലെയർ വെക്കാം. ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൗണി കേക്കാണ്. ഇപ്പം എല്ലാം ബ്രൗണി കേക്ക് എല്ലാം സെക്കൻഡ് ലെയറിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്കാണ് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർക്കേണ്ടത്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മൊത്തത്തിൽ പേസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഡെക്കറേഷൻ ഞാൻ എടുത്തിട്ടുള്ളത് ബദാമും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റുമാണ്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. എല്ലാം നല്ലതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുക്കുന്നതിന് വേണ്ടി, എല്ലാം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അറബിക് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മാഷാഅല്ലാഹ്. മാഷാഅല്ലാഹ്, സൂപ്പർ, സൂപ്പറാണ്. ഇത് ഒരു ട്രൈ തന്നെ ചിലപ്പോൾ ഞാൻ നിർത്തും തീർക്കും. അത്രക്കും ടേസ്റ്റായ ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ബ്രെഡും പിന്നെ ബ്രൗണി കേക്കും ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.